എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഓണം എക്സാമിന് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ക്ലാസിഫൈ ആൻഡ് റൈറ്റ് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. നഗരമേഖലകളും അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളും തമ്മിലുള്ള 3 വ്യത്യാസങ്ങൾ എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എഴുതി നോക്കാം. റൂറൽ ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഗ്രാമീണ മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സ്മോൾ സെറ്റിൽമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. അധികം ആളും തിക്കും തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കും. സിമ്പിൾ ലൈഫ് സ്റ്റൈൽ, വളരെ ലളിതമായ ജീവിതശൈലിയായിരിക്കും. പീസ്ഫുൾ എൻവയോൺമെൻറ്റ്, വളരെ ശാന്തമായ പരിസ്ഥിതി, ലെസ് എക്സ്പെൻസീവ്. ഇനി അർബൻ ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ, നഗരങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തിക്ലി പോപ്പുലേറ്റഡ് ആണ്, ഭയങ്കര ജനസംഖ്യയാണ്. ആൻഡ് ബിസി ആൻഡ് മോഡേൺ ലൈഫ്, ആധുനിക ജീവിതശൈലിയാണ്. മോർ എക്സ്പെൻസീവ്, ഒരുപാട് എക്സ്പെൻസ് ആവശ്യമായിട്ട് വരും. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് വൺ അഡ്വാൻറ്റേജ് ഓഫ് വില്ലേജ് ഓവർ സിറ്റി? നഗരത്തെക്കാളും വില്ലേജ് അഥവാ ഗ്രാമത്തിൻ്റെ ഒരു മേന്മ എന്താണ്, അഡ്വാൻറ്റേജ് എന്താണ്? ദ വില്ലേജേഴ്സ് ലിവ് വെരി ക്ലോസ്ലി ടുഗെദർ. അവരെ താമസം ഒരുമിച്ചാണ്. ദേ ഗീവ് ഇമ്പോർട്ടൻസ് ടു നെയ്ബർഹുഡ് റിലേഷൻസ്. അവരെ അയൽവാസി ബന്ധം ഉണ്ടാവുമല്ലോ, നമ്മളെ നെയ്ബർഹുഡായിട്ടുള്ള ബന്ധം, അതിനെ ഒരുപാട് പ്രാധാന്യം നൽകുന്നവരാണ്. പക്ഷേ നമ്മൾ നഗരങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, സിറ്റീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണോ? എല്ലാവരും ബിസിയാണ് അവരുടെ കാര്യങ്ങളായിട്ട്, അവരുടെ ജോലി കാര്യങ്ങൾ, അങ്ങനെ എല്ലാവരും ബിസിയാണ്. അവർക്ക് ഇപ്പോൾ ഫ്ലാറ്റുകളിലാണ് മിക്ക താമസവും. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ നെയ്ബർഹുഡായിട്ടുള്ള റിലേഷൻസൊക്കെ കുറവായിട്ടാണ് വരുന്നത്. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹാവ് യു ഗോൺ ടു മാർക്കറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി വിത്ത് അഡൽട്ട്സ്? മുതിർന്നവരുടെ കൂടെ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള മാർക്കറ്റുകളിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? ആദ്യത്തെ ചോദ്യം ഇതാണ്: വാട്ട് ആക്ടിവിറ്റീസ് ആർ ഗോയിങ് ഓൺ ദർ? അവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? വേരിയസ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആർ സോൾഡ്. അവിടെ ഒരുപാട് തരത്തിലുള്ള ചരക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ആകാം, ഫ്രൂട്ട്സ് ആകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട്. വെജിറ്റബിൾ വെൻഡേഴ്സ് ബൈ വെജിറ്റബിൾസ് ഫ്രം ഫാർമേഴ്സ് ആൻഡ് സെൽ ദം. ഇപ്പോൾ കച്ചവടക്കാരെന്ത് ചെയ്യും? ഫാമേഴ്സിൻ്റെ അടുത്ത് നിന്ന്, കർഷകരുടെ അടുത്ത് നിന്ന് വെജിറ്റബിൾസ് വാങ്ങി അത് ഇവിടെ വന്ന് വിൽക്കും. സെല്ലേഴ്സ് ട്രേഡ് ഫ്രീലി, അവർ ഫ്രീ ആയിട്ട് അത് സെൽ ചെയ്യും. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? എ പോപ്പുലർ ഫൺ കോമ്പറ്റീഷൻ ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയകളിലുള്ള, ഗ്രാമീണ സ്ഥലങ്ങളിലുള്ള ഫൺ കോമ്പറ്റീഷനായിട്ട് ഒരു മത്സരം ഏതാണ്? കാളപ്പൂട്ട് മത്സരം, ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ എന്ന് പറയും, കാളപ്പൂട്ട് മത്സരം. സി ക്വസ്റ്റ് ഇതാണ്: വേർ ആർ ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ ഹെൽഡ്? എവിടെയാണ് ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻസ് ഉണ്ടാവാറുള്ളത്? ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ ഹെൽഡ് ഇൻ ഫീൽഡ്, വയലുകളിലാണ് ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ അഥവാ കാളപ്പൂട്ട് മത്സരം നടക്കാറുള്ളത്. ദാറ്റ് ഹാവ് ബീൻ പ്ലോഡ് ഫോർ സെക്കൻഡ് ക്രോപ്പ് ആഫ്റ്റർ ഹാർവെസ്റ്റ്. വിളവെടുപ്പിന് ശേഷം അടുത്തൊരു വിള നടുവാനായിട്ടാണ്, നല്ല ഉഴുതു മറിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തപ്പെടുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യമാണ്: പീലി ഗേവ് ഡെലീഷ്യസ് ഫുഡ് ടു ഹർ ഫ്രണ്ട്സ്. പീലി അവളുടെ കൂട്ടുകാർക്ക് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുത്തു. ബിക്കോസ് ഹർ ഫാദർ ഈസ് എ വില്ലേജ് ഫാമർ. എന്തുകൊണ്ടാണ്? അവളുടെ അച്ഛൻ ഒരു ഗ്രാമീണ കർഷകനാണ്. ഷാൾ വി ഇൻ്റർവ്യൂ പീലീസ് ഫാദർ? നമുക്ക് പീലിയുടെ അച്ഛനെ ഒരു ഇൻ്റർവ്യൂ നടത്തിയാലോ? പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയോ ഫോർ ദാറ്റ്. അതിനായിട്ട് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. മിനിമം നിങ്ങൾ ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും തയ്യാറാക്കിയിരിക്കണം. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം: വാട്ട് ക്രോപ്സ് ആർ ദർ ഇൻ ദിസ് വില്ലേജ്? ഈ ഗ്രാമത്തിൽ ഏതെല്ലാം തരത്തിലുള്ള വിളകളുണ്ട്? ഹൗ ഡു യു ഗെറ്റ് സച്ച് ഡെലീഷ്യസ് ഫുഡ്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും സ്വാദിഷ്ടമുള്ള ഭക്ഷണം ലഭിക്കുന്നത്? ഈസ് ഫാമിംഗ് ഡൺ അലോൺ? ഒറ്റയ്ക്കാണോ കൃഷി നടത്തുന്നത്? ഹൂ ഈസ് ദർ ടു ഹെൽപ്പ്? നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെല്ലാമുണ്ട്? ഈസ് വെജിറ്റേറിയൻ ഫാമിംഗ് പ്രോഫിറ്റബിൾ? പച്ചക്കറി കച്ചവടം നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണോ? ഈ ഒരു കൃഷി ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ലാഭകരമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ വേണം നിങ്ങൾ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാൻ. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫുഡ് ഈസ് വൺ ഓഫ് ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഫോർ ഹ്യൂമൻ എക്സിസ്റ്റൻസ്. മനുഷ്യന് ജീവിക്കുകയാണെങ്കിൽ ഫുഡ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമായ ഘടകമാണ്. ഈ ക്വസ്റ്റ്യൻ: വാട്ട് വർ ദി തിങ്സ് യൂസ്ഡ് ആസ് ഫുഡ് ബൈ പ്രിമിറ്റീവ് മാൻ? ആദ്യകാല മനുഷ്യർ ഭക്ഷണത്തിനായിട്ട് എന്തെല്ലാമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? അവരെന്തായിരുന്നു ഭക്ഷണമായി കഴിച്ചിട്ടുണ്ടായിരുന്നത്? ലീവ്സ്, ഇലകൾ കഴിച്ചു. ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ്, ഗ്രെയിൻസ്. ഇനി ബി ക്വസ്റ്റ്യൻ: വാട്ട് ഫുഡ് ഡിഡ് ഏർലി ഹ്യൂമൻ ഗെറ്റ് ത്രൂ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്? അവർ വേട്ടയാടുന്നതിലൂടെ ആദ്യകാല മനുഷ്യർക്ക് എന്തെല്ലാമായിരുന്നു ഫുഡായിട്ട്, ആഹാരമായിട്ട് ലഭിച്ചിരുന്നത്?
അവർക്ക് ഫ്രൂട്ട്സ് കിട്ടി, ട്യൂബ്യൂൾസ്, റൂട്ട്സ്, ലീവ്സ്, എഗ് ആൻഡ് ഷെൽസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് ഡൊമസ്റ്റിക്കേറ്റിംഗ് ആനിമൽസ് ഫോർ ദി ഡെയിലി ഫുഡ്. ഒരുപാട് കാലത്തിന് ശേഷം, അല്ലെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മനുഷ്യരെന്ത് ചെയ്തു? ആനിമൽസിനെ വളർത്താൻ തുടങ്ങി, മൃഗങ്ങളെ വളർത്തുവാൻ ആരംഭിച്ചു. എന്തിനായിട്ടാണ്? ഡെയിലി ബേസിസിലുള്ള ഫുഡ് ലഭിക്കുവാനായിട്ട്. എ ക്വസ്റ്റ്യൻ. വാട്ട് വർ ദ ഫസ്റ്റ് ആനിമൽസ് ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ഫോർ ഫുഡ്. അവർ ഭക്ഷണ ആവശ്യത്തിനായിട്ട് വളർത്തിയ മൃഗങ്ങൾ, ആദ്യകാലങ്ങളിൽ വളർത്തിയ മൃഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ഗോട്ട്, ഷീപ്പ്, ആട്, അതുപോലെ തന്നെ ചെമ്മരി ആടുകൾ ഉണ്ടാവുമല്ലോ, അവയൊക്കെയായിരുന്നു അവർ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ബി. വിച്ച് ആനിമൽ വാസ് ദ ഫസ്റ്റ് ടു അഡാപ്റ്റ് ടു ഹ്യൂമൻസ്. മനുഷ്യരുമായിട്ട് ആദ്യം അഡാപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ മനുഷ്യരുമായിട്ട് കുറച്ചും കൂടിയും ഒത്തിണങ്ങി പോയിട്ടുള്ള മൃഗം ഏതായിരുന്നു? ഡോഗാണ്. അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് ഏർലി ഹ്യൂമൻ സ്റ്റാർട്ട്സ് ഫാമിംഗ്. ആദ്യകാല മനുഷ്യർ എങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്? Early humans started thinking about agriculture when they noticed seedlings sprouting from discarded food items. ആദ്യകാല മനുഷ്യർ കൃഷിയെക്കുറിച്ച് ആലോചിച്ചിരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അവർ ഡിസ്കാർഡ് ചെയ്ത്, അതായത് അവർ ഉപേക്ഷിച്ച ഫുഡ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, ഭക്ഷണ അവശിഷ്ടങ്ങൾ, അതിൽ നിന്ന് വിത്ത് ഇങ്ങനെ മുളിച്ച് ഒരു ചെടിയായിട്ട് മാറുന്നത് അവർ ശ്രദ്ധിച്ചു. ഓക്കെ, അതിൽ നിന്ന് ഒരു ചെടി ഇങ്ങനെ ഉണ്ടായി വരുന്നത് അവർ ശ്രദ്ധിച്ചു. ഇഫ് ദ സീഡ്സ് were left on the rock, they would dry out. If put in water, they would get rotten. However, humans learned that seeds germinate in moist and warm soil. Thus, cultivation of crops started. ഇനിയിപ്പോൾ ഈ സീഡ്സിനെ നമ്മളൊരു വെയിലത്തൊക്കെ കൊണ്ടുവച്ച് അത് ഡ്രൈ ആയി മാറുന്ന, വെള്ളത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അത് റോട്ടൺ ആയിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ വിത്തുകളെ നമ്മൾ വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള വാം സോയിലിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജെർമിനേറ്റ് ചെയ്യുള്ളൂ, അത് മുളച്ച് വരുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ എന്ത് ചെയ്തു? ഓരോ വിളകളിങ്ങനെ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. വിച്ച് were the first crops cultivated by humans. മനുഷ്യർ ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള വിളകൾ ഏതൊക്കെയായിരുന്നു? വീറ്റ്, ഗോതമ്പ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ്, ട്യൂബേഴ്സ്. മെൻഷൻ ദ മെയിൻ ഫീച്ചർ ഓഫ് ഹാരപ്പൻ കൾച്ചർ. ഹാരപ്പൻ കൾച്ചറിൻ്റെ, അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്തായിരുന്നു? ഗ്രേനറിയാണ് അവരുടെ പ്രധാന സവിശേഷത. ബി. റൈറ്റ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിൻ്റ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി. ഹ്യൂമൻ ഹിസ്റ്ററിയുടെ ടേണിംഗ് പോയിൻ്റ്, ഇപ്പം നമ്മൾ പറയില്ലേ SSLCയുടെ ടേണിംഗ് പോയിൻ്റ് ആണെന്നൊക്കെ, അതുപോലെ ഹ്യൂമൻ ഹിസ്റ്ററിൻ്റെ ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? ഡിസ്കവറി ഓഫ് വീൽ, ചക്രത്തിൻ്റെ കണ്ടെത്തൽ. ചക്രം കണ്ടെത്തിയതായിരുന്നു ഹ്യൂമൻ ഹിസ്റ്ററിയിലെ തന്നെ, മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ നോട്ട് ഓൺ മിശ്ര ഭോജനം. മിശ്ര ഭോജനത്തെക്കുറിച്ച് ചെറിയൊരു നോട്ട് എഴുതാൻ നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം. നമുക്കൊന്ന് നോക്കാം. ഓൺ 29th May 1917, അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് സഹോദരൻ അയ്യപ്പൻ, an India dining named Mishra Bhojanam was organized at Cherai in എറണാകുളം ഡിസ്ട്രിക്റ്റ്. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ചെറായി എന്ന് പറയുന്ന സ്ഥലത്ത് 1917 May 29 സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു മിശ്ര ഭോജനം എന്ന് പറയുന്ന പരിപാടി നടന്നു. എന്താണ് മിശ്ര ഭോജനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർ ഡൈനിങ്, എല്ലാവരും, എല്ലാ ജാതിയിലുള്ളവരും ഒന്നുമില്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക, അത്രേ ഉള്ളൂ, ഒരു തരത്തിലുള്ള വേർതിരിവും ഇല്ല. അങ്ങനെ The protest was held against the denial of the rights of all sections of people to dine together. അന്നത്തെ കാലത്ത് ഓരോരുത്തരും ഓരോ വിഭാഗങ്ങളായിട്ടായിരുന്നു ഫുഡ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഗ്രാമീണർ വേറെ, പിന്നെ അതിന് താഴെയുള്ളവർ വേറെ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഓരോ രീതിയിലും ആയിരുന്നു. ദിസ് റിവീൽസ് ദ സോഷ്യൽ ഇനിക്വാലിറ്റി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദി കേരള. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കേരളത്തിലുണ്ടായിരുന്ന സോഷ്യൽ ഇനിക്വാലിറ്റി, അസമത്വത്തെയാണ്. കാസ്റ്റ് സിസ്റ്റം വാസ് ദി കോസ് ഓഫ് ദിസ് ഇനിക്വാലിറ്റി. ഈ അസമത്വത്തിന് കാരണം എന്തായിരുന്നു? കാസ്റ്റ് സിസ്റ്റമാണ്, ജാതീയ വ്യവസ്ഥയായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് എഴുതണം. ഇനി നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാൻ മതി. വാട്ട് ആർ ദി കോസസ് ഓഫ് പോവേർട്ടി ആൻഡ് സ്റ്റാർവേഷൻ? പോവേർട്ടി അതായത് ദാരിദ്ര്യം, സ്റ്റാർവേഷൻ അതായത് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ, ഇതിനൊക്കെ കാരണം എന്തായിരുന്നു? ഒരു കാരണം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചാണ്, കാലാവസ്ഥ വ്യതിയാനം. പിന്നെ വാർ, യുദ്ധങ്ങൾ, അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, ഇനിക്വാളിറ്റി ഇൻ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ആർ ദ മേജർ കോസസ് ഓഫ് പോവേർട്ടി. ഇനിക്വാളിറ്റി ഇൻ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അസമത്വമാണ്,
അതായത് ചിലർ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല വേതനം, ചിലർ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറഞ്ഞ വേതനം, അങ്ങനെയുള്ള ഒരുപാട് അസമത്വങ്ങൾ നിലനിന്നിരുന്നു. ഇതൊക്കെ കാരണമാണ് ദാരിദ്ര്യം നിലനിന്നിരുന്നത്. ഇനി എന്താണ് ബാർട്ടർ സിസ്റ്റം? എക്സ്പ്ലെയിൻ ദ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് അഥവാ ബാർട്ടർ സിസ്റ്റം എന്താണെന്ന് ചോദിക്കും. ബിഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് കോയിനേജ്, അതായത് കോയിൻ കൈമാറുന്ന ആ ഒരു കാലത്തിന് മുൻപ് ദർ വാസ് എ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ് വിത്ത് ഈച്ച് അതർ. ഇവർ സാധനങ്ങൾ കൈമാറുമായിരുന്നു. ദിസ് മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ച് ഇസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. ഈ ഒരു സാധനങ്ങൾ കൈമാറുന്ന ആ ഒരു സിസ്റ്റത്തെയാണ്, ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറയാറ്. സച്ച് എക്സ്ചേഞ്ചസ് ബ്രോട്ട് ഔട്ട് മെനി ചേഞ്ചസ് ഇൻ സൊസൈറ്റി. അത് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഈ കൈമാറൽ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. എല്ലാവരും ഈ ചോദ്യങ്ങൾ എല്ലാം നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്